ചേട്ടാ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ചേട്ടൻ ഇവിടെ ഈ സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ അപകടങ്ങൾ നടക്കാറുണ്ടോ? സ്ഥിരമായിട്ട് അങ്ങനെ അപകടങ്ങൾ നടക്കുന്ന സ്ഥലമല്ല. അല്ല. എങ്ങനെയാണ് ഈ ബസ് മറിയുന്ന സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ എൻ്റെ മോന് സുഖമില്ലാതെ SIT ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് വരികയായിരുന്നു. അപ്പോൾ എൻ്റെ മുന്നിലൂടെയാണ് ഈ വാഹനം പാസ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വേഗത്തിൽ തന്നെയായിരുന്നു. ഈ വളവ് തിരിയുമ്പോൾ വലിയൊരു ശബ്ദം കിട്ടും. ഞങ്ങൾ ബൈക്കിലെത്തുമ്പോഴത്തേക്ക് വണ്ടി മറിഞ്ഞ് കിടക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ ഫയർഫോഴ്സിനെയും പോലീസ് എല്ലാ സംവിധാനങ്ങളെ അറിയിക്കുകയും ഒരു നാട്ടുകാരുടെ തന്നെ ഒരു കൂട്ടായ പ്രവർത്തനത്തോടുകൂടി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ബസ്സിൻ്റെ ബാക്കിലെ ചില്ലെല്ലാം പൊട്ടിച്ച് ഞങ്ങൾ അകത്തേക്ക് കിടക്കുകയും ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് ഒരു 15 മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. ബസ് അമിത വേഗത്തിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ അമിത വേഗത്തിൽ വളവ് തിരിയുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? അതെ, ഞാൻ ബസ്സിനെ കാണുമ്പോൾ അത്യാവശ്യം വേഗത്തിലായിരുന്നു. എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഈ അമിത വേഗത്തിൽ വളവ് തിരിയുമ്പോഴായിരിക്കും ഈ അപകടം ഉണ്ടായത്. ഈ അപകടം നടക്കുമ്പോഴേ ഈ ബസ് ഈ സ്ലാബിനോട് ചേർന്നാണല്ലോ, ഈ ഓടയോട് ചേർന്നാണല്ലോ കടന്നിരുന്നത്. അപ്പോൾ അത് ഇതിന് പുറത്തേക്ക് കയറി ഇടിച്ച് നിൽക്കുകയാണോ അതോ എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? എങ്ങനെയാണ്? എൻ്റെ ഫ്രണ്ട് ടയർ സ്ലാബ് കടന്ന് നിൽക്കുകയായിരുന്നു. സ്ലാബിൻ്റെ അപ്പുറത്തേക്ക് പോയി. ഇടിയുടെ ആഘാതത്തിൽ ആളുകളെല്ലാം പുറത്തേക്ക് തെറിച്ചു വീണു. ഒരാൾ മാത്രം, എൻ്റെ ക്ലീനർ മാത്രം പുറത്ത് വീണ നിലയിലായിരുന്നു. ബാക്കി എല്ലാവരും ബസ്സിനകത്തുനിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്തത്. ഈ ചേട്ടൻ തന്നെയാണ് പോലീസിനെ ആംബുലൻസിലേക്ക് വിളിച്ചറിയിച്ചത്. ഈ അപകടം നടക്കുമ്പോഴത്തേനും എത്ര പെട്ടെന്ന് ആളുകളെ മാറ്റാൻ കഴിഞ്ഞു? നിങ്ങൾ ഈ ബസ്സിൻ്റെ അകത്ത് കയറി പരിശോധന നടത്തിയോ? എങ്ങനെയായിരുന്നു? പിന്നീട് അപ്പോഴത്തേനും ആളുകളൊക്കെ ഓടിയെത്തിയോ? മുഴുവൻ നാട്ടുകാരും അപ്പോൾ തന്നെ ഓടിയെത്തിയായിരുന്നു. ഈ അപകടം അവസ്ഥ അറിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു വെമ്പായം നെടുമങ്ങാട് മേഖലയിലുള്ള മുഴുവൻ ആൾക്കാരും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തി. എല്ലാ സന്നദ്ധ സംഘടനകളും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ആംബുലൻസ് സൗകര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കി. വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും പോലീസും എല്ലാം എത്തി. ഫയർഫോഴ്സ് എത്തിയോടുകൂടി തന്നെ നമുക്ക് ഈ കട്ടർ മെഷീൻ ഉപയോഗിച്ച് കുറച്ച് ഭാഗമെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് കൂടുതൽ രക്ഷാപ്രവർത്തനം നമുക്കൊന്ന് ഊർജിതപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.